Hello everyone, welcome back to Aptics Academy. So in this video we are going to discuss the subject value and peace education. നമ്മൾ യൂണിറ്റ് 1 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ മീനിങ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ മുതൽ ടൈപ്സ് ഓഫ് വാല്യൂസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വീഡിയോയിൽ കോൺസെപ്റ്റ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ മുതൽ ഡയമെൻഷൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തേർഡ് വീഡിയോയിൽ വാല്യൂസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് അവിടെ വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇൻ ദിസ് വീഡിയോ നമ്മൾ അവസാനത്തെ രണ്ട് പോയിന്റ്സ് ആയിട്ടുള്ള സോഷ്യോ കൾച്ചറൽ ട്രഡീഷൻസ്, റിലിജൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ വാല്യൂ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം ആൻഡ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നിങ്ങൾ മുൻപുള്ള 3 വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Socio-cultural traditions, religion and constitution. The task of integrating values with subject teaching is a challenging one. അപ്പം നമുക്കറിയാം വാല്യൂസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സബ്ജക്റ്റിനെ പഠിപ്പിക്കുക എന്നുള്ളത് എപ്പോഴും ചലഞ്ചിങ് ആണ്. എപ്പോഴും ടീച്ചേഴ്സിന് എന്താണ് സിലബസ് കവർ ചെയ്യുക എന്നുള്ള ആ ഒരു തോട്ട് മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഇടയിൽ വാല്യൂസിനെ കൂടെ ആഡ് ചെയ്തിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാറില്ല. ഇറ്റ്സ് റിക്വയേഴ്സ് വില്ലിംഗ്നെസ്, കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻജെന്യൂനിറ്റി ഓൺ ദി പാർട്ട് ഓഫ് ദി ടീച്ചർ. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ ആ വാല്യൂസ് കൂടെ പഠിപ്പിക്കാൻ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചറിന് വില്ലിംഗ്നെസ്സും കമ്മിറ്റ്മെന്റും ജെന്യൂനിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കണം. സം ഗൈഡ് ലൈൻസ് ഹവെവർ ആർ സജസ്റ്റഡ് ബിലോ. അതിനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. As a teacher, it is important to first identify values, themes which may be present in different forms. അതായത് ഒരു ടീച്ചർക്ക് മനസ്സിലാകണം വാല്യൂ ഏതൊക്കെ ഫോമിലാണുള്ളത്, വാല്യൂയുടെ ഡിഫറെന്റ് ഫോംസ് എന്തൊക്കെയാണ്. സംടൈംസ് ദീസ് ആർ ഡയറക്ട്ലി ഗിവൺ. ചിലപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാകും. സംടൈംസ് ദേ ലൈ ഹിഡൻ ഇൻ സം ലെസൺസ് ഓർ ദേ മേ നോട്ട് ബി ദർ അറ്റ് ഓൾ. അപ്പോൾ ചില ചാപ്റ്റേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട് അത് യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഒരു യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് 4 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് മുൻപ് കുറച്ച് ഗൈഡ് ലൈൻസ് കാര്യങ്ങളും തരാറുണ്ട് അല്ലെ. ഈ യൂണിറ്റിൽ ഇന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ആണ്. അത് തീമിനെക്കാട്ടിലും അപ്പുറത്തേക്ക് വാല്യൂസ് ആണ് ആ രീതിയിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ചില വാല്യൂസ് ഹിഡൻ ആയിരിക്കും, ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടാകും. ഹവെവർ ഓൺ ക്ലോസർ സ്ക്രൂട്ടിനി teacher may realize that a certain value could be brought into the context while teaching. Therefore, teachers have to find effective methods of putting across values in formal lessons which are in line with the lesson's objectives and the time factor. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് മനസ്സിലാക്കി എടുക്കണം ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ഇഫക്റ്റീവ് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത്. ഇനി ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഫോർ ഇന്റഗ്രേഷന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുക്കുന്നത്. Some examples of teaching learning activities outlined in the position paper on education for peace NCERT 2006 are given below for integration into the subject context. താഴെ എന്താണ് കൊടുത്തിരിക്കുന്നത്? Ask children to demonstrate ways to show respect to the elders at home and school. How do we do respect when we ask for things, listen and talk? അപ്പോൾ EVS അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസിലൊക്കെ വരുന്ന കാര്യം അല്ലെങ്കിൽ ലാംഗ്വേജിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയണത്. കുട്ടികളുടെ അടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം എങ്ങനെയാണ് നമ്മൾ എൽഡേഴ്സിനെയും അതുപോലെ മറ്റാളുകളെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ ആസ് ചിൽഡ്രൻ ടു എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കോപ്പറേഷൻ ഇൻ ഡിഫറെന്റ് വേസ്. കോപ്പറേഷൻ എന്നുള്ള വാക്കിന്റെ ഡിഫറെന്റ് മീനിങ്സ് എന്താണ് പറയാം. ഇനി EVS അല്ലെങ്കിൽ ലാംഗ്വേജിൽ തന്നെ ആവുന്ന സമയത്ത് യൂസിങ് പപ്പറ്റ്സ് ഡെമോൺസ്ട്രേറ്റ് ഹൗ കോൺഫ്ലിക്ട്സ് ആർ റിസോൾവ് പീസ്ഫുള്ളി ത്രൂ ദ യൂസ് ഓഫ് പ്രോപ്പർ വേർഡ്സ് ആൻഡ് ജസ്റ്റേഴ്സ്. പപ്പറ്റുകളെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കയ്യിലൊക്കെ ധരിക്കുന്ന പപ്പറ്റ്സ്. പപ്പറ്റ്സിനെ യൂസ് ചെയ്തിട്ട് ജസ്റ്റേഴ്സിലൂടെയും പ്രോപ്പർ വേർഡ്സിലൂടെയും എങ്ങനെയാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നതും അത് റിസോൾവ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. സോഷ്യൽ സയൻസിലാണെന്നുണ്ടെങ്കിൽ ആസ് ചിൽഡ്രൻ ടു ഇമാജിൻ എ പീസ്ഫുൾ വേൾഡ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഹൗ വുഡ് ലുക്ക് ലൈക്ക്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വേൾഡ് എങ്ങനെയായിരിക്കും അത് ഇമാജിൻ ചെയ്യാനും അതൊരു ഡിസ്ക്രൈബ് ചെയ്യാനും അത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറയുക. അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ടീച്ചേഴ്സ് റിഫ്ലക്ഷൻ ഓൺ ഇന്റഗ്രേഷൻ ഓഫ് വാല്യൂസ് ഇൻ ടീച്ചിങ്. എന്താണ് ടീച്ചേഴ്സ് റിഫ്ലക്ഷൻസ് ബിലോ ആർ ബേസ്ഡ് ഓൺ ഇന്ററാക്ഷൻസ് വിത്ത് ടീച്ചേഴ്സ് യൂസിങ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ ടീച്ചിങ് subjects. These reflections would provide some stimulation and feedback to their fraternity. കുറച്ച് ഒപ്പീനിയൻസ് ആണ് താഴെ കൊടുക്കുന്നത്. ദ ടാസ്ക് ഓഫ് ഇന്റഗ്രേഷൻ ഇസ് എ ചലഞ്ചിങ് വൺ.
എല്ലാത്തിനെയും ഇന്റഗ്രേറ്റ് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ചലഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ്, ഐ ക്രിയേറ്റ് പ്രയോറിറ്റി ഓഫ് വാല്യൂസ് ദാറ്റ് ആർ മോസ്റ്റ് ഫണ്ടമെന്റൽ അറ്റ് എ പെർട്ടിക്കുലർ ഏജ് ഓർ സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ ഐ ലുക്ക് ഫോർ ദ നോഡൽ പോയിന്റ്സ് ഇൻ ദ ലെസൺസ് ഫോർ ഇന്റഗ്രേഷൻ. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റിയുടെ രീതിയിൽ ഓരോന്നിനെയും തരംതിരിച്ച് വെക്കുക. ഓരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഏജിലൊക്കെ ആ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു വാല്യൂസിനെ പ്രയോറിറ്റി ആയിട്ട് മാറ്റിവെക്കുക. ദെൻ ഐ ലുക്ക് ഫോർ ദ നോഡൽ പോയിന്റ്സ് ഇൻ ദ ലെസൺസ് ഫോർ ഇന്റഗ്രേഷൻ. എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ലെസൺസിൽ നിന്ന് കണ്ടെത്തുക. Surprised to find how easy it is to integrate values. It does not require making vast changes in my teaching, but just adding the extra dimensions of values through carefully chosen questions or activities that serve the purpose. അപ്പോൾ നമ്മൾ വലിയ എഫേർട്ട് ഇട്ട് അത് മാറ്റൊന്നും വേണ്ട ടീച്ചേഴ്സ്. പകരം ചെറിയ രീതിയിലുള്ള ഈ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ എത്രത്തോളം വ്യത്യാസം നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലും അവരുടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ചേഞ്ചസ് ആണ് കുട്ടികൾക്ക് വന്നിരിക്കുന്നത് എന്ന്. ഐ പ്ലാൻ മൈ ലെസൺ ടു ഡിസൈഡ് വിച്ച് വാല്യൂസ് ഐ വാണ്ട് ടു കവർ. എന്ത് വാല്യൂ ഞാൻ ഇന്നത്തെ ഇതിൽ കവർ ചെയ്യണം എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഓരോ ലെസണിനെയും ഡിവൈഡ് ചെയ്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്താണ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നോക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാല്യൂസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. വാല്യൂ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം നോക്കിക്കേ. വൺ ഓഫ് ദ മേജർ ഡിബേറ്റ്സ് അറൌണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ ഇസ് വിച്ച് വാല്യൂസ് ഷുഡ് ബി ഇൻകൾക്കേറ്റഡ് എമംഗ് സ്റ്റുഡൻസ്. അപ്പോൾ വാല്യൂ എഡ്യൂക്കേഷനിലെ ഏറ്റവും വലിയൊരു ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാല്യൂ എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്യും സ്റ്റുഡൻസിൽ എന്നുള്ളതാണ്. While there is a consensus as to what values are, there seems to be some confusion about which values and whose values need to be nurtured. എന്ത് വാല്യൂ ആണ്, എങ്ങനെയുള്ള വാല്യൂസ് ആണ് നർച്ചർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകും. There are varied ways of listing and classifying values using different terminologies. ഡിഫറെന്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസിനെ ലിസ്റ്റ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യാം. ടീച്ചിങ് ഓഫ് സബ്ജക്റ്റുകൾ നോക്കിക്കേ. ദ ഡിഫറെന്റ് സബ്ജക്ട് അറ്റ് സ്കൂൾ സ്റ്റേജ്, സോഷ്യൽ സയൻസസ്, സയൻസ്, ലാംഗ്വേജസ്, മാത്തമാറ്റിക്സ് എക്സെട്ര സീക്ക് ടു പ്രൊവൈഡ് നോളജ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ഇൻട്രിൻസിക് ടു ദ പെർട്ടിക്കുലർ ഡിസിപ്ലിൻ. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വാല്യൂസ് വരുന്നത്. ഇൻ ദ വെരി ആക്ട് ഓർ പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ്, however, which is not the same as the memorization and reproduction of information, certain attitudes, values, habits of thinking that are concomitant to the pursuit of that particular knowledge get transmitted. അതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. സയൻസ് ടീച്ചിങ് എയിംസ് അറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കോൺസെപ്റ്റ്സ്, ഫാക്ട്സ്, പ്രിൻസിപ്പിൾസ്, തിയറീസ് ആൻഡ് ലോസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ്. സയൻസിന്റെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒന്നും ടീച്ച് ചെയ്യുന്ന പോലെയല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, തിയറീസിനെ മനസ്സിലാക്കി കൊടുക്കുക, ലോസ് മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ എല്ലാ ലാംഗ്വേജും എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല ഇത് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു സ്ട്രെങ്തൻ ദ കമ്മിറ്റ്മെന്റ് ടു ഇൻക്വയറി, ക്യൂരിയോസിറ്റി, ഒബ്ജക്ടിവിറ്റി, സയന്റിഫിക് ഔട്ട്ലുക്ക്, ഓപ്പൺ മൈൻഡഡ്നെസ്, സെർച്ച് ഫോർ ട്രൂത്ത്. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് സബ്ജക്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, ലാംഗ്വേജസ്, എൻവയോൺമെന്റൽ സയൻസ്, മാത്തമാറ്റിക്സ്. ഈ ഓരോ സ്ട്രീമിലേക്ക് വരുമ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും അതിലുള്ള വാല്യൂസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും ഇൻ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ സബ്ജക്റ്റിൽ നിന്നും വാല്യൂസ് എങ്ങനെ കിട്ടും, അത് നമ്മൾ സബ്ജക്റ്റുമായിട്ട് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. Checklist for attitudes, values, behaviors, and skills to practice and promote values among students. Checklist includes statements about requisite attitudes, values, behaviors, and skills that are needed to practice and promote values among students. അപ്പോൾ ചെക്ക്ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആറ്റിറ്റ്യൂഡുകൾ, വാല്യൂസ്, ബിഹേവിയേഴ്സ് ഇതെല്ലാം കൂടെ സ്റ്റുഡൻസിൽ വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റുകളിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ഹാവ് ടു ബി റീഡ് ആൻഡ് ഹാവ് ടു ബി പ്ലേസ്ഡ് അഗെയിൻസ്റ്റ് ദം ഇഫ് ദീസ് ആർ ട്രൂ ഓഫ് ദ പേഴ്സൺ. അപ്പോൾ ഈ തരുന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ട് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായിക്കുകയും അത് ഏതിലേക്ക് പ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം. ചെക്ക് ലിസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പലിന്, ടീച്ചർക്ക്, അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിൻസിപ്പലിന് എന്താണ്? ക്ലാരിറ്റി അബൌട്ട് ഗോൾസ്, വിഷൻ, എക്സ്പെക്ടേഷൻസ്, വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ.
better clarity about role and responsibility to lead value education initiatives in school. ഒരു പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കണം. അവരുടെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ് വാല്യൂ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം. ഹാവിംഗ് പ്ലാൻ ടൈം ഫോർ റിഫ്ലക്ഷൻ ആൻഡ് റൈറ്റിംഗ് ഡയറി ഓൺ ഡെയിലി ബേസിസ്. അതുപോലെ തന്നെ ഡെയിലി ബേസിസിലുള്ള ഒരു ഡയറി അവർക്ക് അത്യാവശ്യമാണ്. ബെറ്റർ ക്ലാരിറ്റി ഓഫ് ഓൺ വാല്യൂ കോൺഫ്ലിക്ട്സ് ആൻഡ് ഡൈലമാസ്. അവരുടേതായിട്ടുള്ള വാല്യൂസും കോൺഫ്ലിക്ട്സും അവരാദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഓരോ കോൺഫ്ലിക്ട്സും അമിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ റിസോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള രീതിയാണ് പ്രിൻസിപ്പലിനുള്ള ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിന് ഓഫ് കോഴ്സ് നമുക്കറിയാം, പ്രിൻസിപ്പലിനെക്കാട്ടിലും കുട്ടികളുമായി അടുത്ത് നിൽക്കുന്നത് ടീച്ചേഴ്സ് ആണ്. അപ്പൊ അവിടെ എന്താ പറയുന്നത്, പ്രാക്ടീസസ് ഓർ മോഡൽസ് ആൻഡ് വാല്യൂസ് which students need to emulate, aware of the illegality or corporal punishment and the harm it does to the psyche of children. അപ്പം പണിഷ്മെന്റ് കൊടുക്കുന്നതും ഒരു മിതമായിട്ടുള്ള രീതിയിൽ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കോൺഷ്യസ് to set rules for the classroom in consultation with the students and display them in the class. എന്നിട്ട് ഓരോ കാര്യങ്ങളും ഒരു സെറ്റ് ഓഫ് റൂൾസ് ആയാലും എന്തായാലും അത് എന്തുണ്ടായാലും കുട്ടികൾക്ക് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ടൈം കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുക, സബ്ജക്റ്റിനെ പറ്റി മാത്രമല്ലാതെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന 3 വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, ബട്ട് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. സോഫാർ നമ്മൾ ഈ 15 കോണ്ടന്റുകളും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഫോർ ഡിസ്കഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു. 3 പേര് എങ്ങനെയാണ് വാല്യൂ എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓബ്ജക്റ്റീവ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് വാല്യൂസ് നമ്മൾ പറഞ്ഞു അല്ലെ, അക്വയർഡും ഇഗ്നേറ്റും ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ, അതുപോലെ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ, സ്കോപ്പ് എന്താണ്, സോഴ്സസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാല്യൂസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു, ഡെവലപ്മെന്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞു. കോൾബർഗിന്റെ ഐഡിയ ഇൻ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ലെവൽസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്, ഓരോ ലെവലും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. ഇനി സ്കൂൾ കരിക്കുലത്തിന്റെ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് നമ്മൾ ഇതിന്റെ എല്ലാം ആൻസർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് 3-4 വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. If you have any kind of doubts, please feel free to ask in the comment section and let me know your genuine feedback in the comment section. So thank you so much. Bye. We'll see you in the next video soon.